നിന്ന് മരണപ്പെട്ടവർ, നമ്മുടെ നേതാക്കന്മാർ, ഈ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞ താജുൽ ഉലമ മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവർക്ക് അവസാനം നമുക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഹദിയ ചെയ്യണം. ഈ മാസം 2 നമ്മോട് വിട്ടുപിരിഞ്ഞ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, റഹീസുൽ മുഹക്കിക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മാസം 4 നമ്മോട് വിട പറഞ്ഞ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മാസം 5 എൻ.എം. കുഞ്ഞുമോൻ ഫൈസി മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മാസം നമുക്കറിയാം മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 11 നമ്മോട് വിട പറഞ്ഞ് മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. നമുക്ക് അറിയാം ഔലിയാക്കളിൽ നിന്ന് അറിയപ്പെട്ട ബീരാൻ ഔലിയ മഹാൻ ഈ മാസം 12 വിട പറഞ്ഞത്. മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മഹത്തുക്കളൊക്കെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മഹാനായ തങ്ങൾ ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ദ്വാരക്കും. ഈ മാസം 18 നമുക്കറിയാം കോട്ടിക്കുളം അബ്ദുൽ അസീസ് അൽ ഖാദിരി വലിയ മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മാസം 20 നെല്ലിക്കൊത്ത് അലി മുസ്ലിയാർ മഹാൻ്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. നമ്മുടെ എല്ലാമായ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ ഈ മാസം 21 വെള്ളിയാഴ്ച രാത്രി, ആ സമയം മഹാന് പനി പിടിച്ച സമയത്ത് അവിടുന്ന് കൂടിയിരിക്കുന്നവരോട് പറഞ്ഞു, മഹാൻ കട്ടിലിൽ കിടക്കുന്ന രംഗം നമുക്കറിയാം. ആ കട്ടിൽ ചൂടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി മഹാരഥൻ മഹാന്റെ ജീവ ആ മരണത്തിൻ്റെ രംഗം അയവിറക്കുന്നു. ആ ചരിത്രം മൗലിദിൽ നമുക്ക് പഠിക്കാൻ നോക്കിയാൽ കാണാം. 21 വെള്ളിയാഴ്ച ആ കട്ടിൽ ചൂടി കൊണ്ട് നിർമ്മിച്ച കപ്പിട്ടിൽ ആ കട്ടിൽ കിടക്കുന്ന സമയത്ത് മഹാൻ പറയുന്നു, എൻ്റെ ശിഷ്യഗണങ്ങളെ, നിങ്ങൾ ചകിരി എടുത്തുകൊണ്ടുവരൂ, ഈ കട്ടിലിൻ്റെ താഴെ വെക്കൂ, എന്നിട്ട് കത്തിക്കൂ. വിറകുകൾ കൊണ്ടുവരൂ, എന്നിട്ട് ഈ കട്ടിലിൻ്റെ താഴെ കൊണ്ടുവന്ന് കത്തിക്കൂ. അങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുന്ന രംഗം, അങ്ങനെ ചൂട് പിടിച്ച രംഗം. ആ സമയത്ത് കൂടി നിൽക്കുന്നവരോട് പറയും, ഞാൻ പോകുകയാണ്. കലിമ ചൊല്ലിക്കൊണ്ട് ആ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി മഹാൻ ഇവിടുന്ന് യാത്ര പറയുന്ന 21 അന്ന്. ആ സമയത്ത് മഹാനങ്ങ് ശരീരം ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല, തീയുടെ ഒരു അംശം പോലും ശരീരത്തിൽ വന്നിട്ടില്ല. അങ്ങനെ മഹാനങ്ങ് എടുക്കുന്ന സമയത്ത് ആ ശരീരം പുന്നോമന ശരീരം അങ്ങ് പൊക്കുന്ന സമയത്ത് കൂടി നിൽക്കുന്നവരൊക്കെ കരയുന്നു, അത്ഭുതപ്പെടുന്നു. ആ കാണുന്ന ചൂടി എല്ലാം വെണ്ണീറായിരിക്കുന്നു. ആ വെണ്ണീറായിക്കൊണ്ട് എല്ലാ കട്ടിലിൻ്റെ താഴെ അങ്ങ് കിടക്കുന്ന മഹാനെ പൊന്തിച്ച സമയത്ത് അങ്ങനത്തെ മഹാൻ, നമ്മുടെ എല്ലാമായ മഹാൻ യാത്ര പറഞ്ഞത് 21 രാത്രി 21 അന്നാണ്. നമുക്ക് ഈ പ്രദേശത്ത് തന്നെ ഒരു വേള മഹാൻ ഇല്ലാത്ത രംഗത്ത് എല്ലാവരും വിഷമിച്ചൊരു രംഗം ഉണ്ടായിരുന്ന ചരിത്രം നോക്കിയാൽ കാണാം. ആ സമയത്ത് മഹാൻ എവിടെ പോയി എന്ന് ആർക്കും അറിയുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതാ മഹാൻ
കടലിലൂടെ നടന്നു വരുന്നു. ഒരു മഗ്‌രിബിന്റെ സമയത്ത് എല്ലാവരും മഹാനങ്ങ് വലയം ചെയ്യുന്നു. അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ? ആ സമയത്ത് ഞാൻ അച്ചിയിൽ പോയതായിരുന്നു. എൻ്റെ പിതാവിന് അങ്ങ് രോഗം മൂർജിച്ചു, അതോടുകൂടെ വഫാത്തായി. ഇങ്ങോട്ട് വരാൻ ഞാൻ താമസിച്ചത്. അവിടുന്ന് ജനാസക്കുള്ള എല്ലാ കർമ്മങ്ങളും മയ്യത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചു. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അസറിന് ഞാൻ അവിടുന്ന് തിരിച്ചതാണ്. കടലിലൂടെ നടന്നും കൊണ്ട് അച്ചി എന്ന സ്ഥലത്ത് നിന്ന് ഈ കടലിലൂടെ നടന്നു വന്ന മഹാൻ മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ, നമുക്കറിയാമോ, പാവങ്ങളുടെ കൂട്ടുകാരനാണ്. താനൂരിലുള്ള ഒരു സഹോദരൻ, ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. മഹാരഥന്റെ അരികെ വന്നും കൊണ്ട് പറയുന്നു, എൻ്റെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ അടുക്കൽ ഒന്നുമില്ല, അവിടുന്ന് ഒരു പരിഹാരം പറയണം എന്ന് പറഞ്ഞ സമയത്ത് ആ വ്യക്തി ആദ്യം കൊച്ചിയിലുള്ള വ്യക്തിയായിരുന്നു. താനൂരിൽ താമസിക്കുകയായിരുന്നു മുഹമ്മദ് എന്ന് പേര് പറയുന്ന. അവിടുന്ന് മഹാൻ പറയുന്നു, നീ കൊച്ചിയിൽ പോയി കച്ചവടം ചെയ്യൂ എന്ന് പറഞ്ഞ് സംഖ്യ കൊടുക്കുന്നു. ഉടനെ തന്നെ മഹാൻ കൊച്ചിയിലേക്കങ്ങ് പോകുന്നു. അവിടെ വെച്ച് കച്ചവടം നടന്ന് വലിയ വോട്ടുകളുമായിട്ട്, വലിയ മഞ്ചുകളുമായിട്ട് ധനാഢ്യനായിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ പാവങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ ഓർക്കുന്നില്ലേ? മഴയങ്ങ് വെയ്യുന്ന സമയത്ത് മഴയോട് പറയും, നിൽക്കണം, ഉടനെ തന്നെ വെയിൽ വരട്ടെ എന്ന് പറഞ്ഞ രംഗം നമുക്കറിയാമല്ലോ. ബേപ്പൂരിൽ വലിയൊരു ധനാഢ്യൻ മഹാന്റെ അടുക്കലേക്ക് നെല്ല് കൊണ്ടുവരുന്നത്, ഒരു കൊല്ലം അങ്ങ് നെല്ല് കൊണ്ടുവരുന്നത് മാസം അങ്ങ് പിന്നിട്ട് പോയി. മഹാൻ അവിടെ ചെന്ന് ചോദിക്കുന്നു, എനിക്ക് നെല്ലെത്തിയില്ലല്ലോ, എന്താണ് കാരണം? അവിടുന്ന് തായ്മയോട് ഉടക്ക പറയുന്നു, ഇതാ മഴ പെയ്യുകയാണ്, ഉണങ്ങുന്നില്ല. ആ സമയത്ത് മഹാൻ പറയുന്നു, നീ നെല്ലങ്ങ് മഴയത്ത് ഇടൂ, ഞാനാണ് പറയുന്നത്. അങ്ങനെ മഴയത്തിട്ട സമയത്ത് ആ നെല്ലിൻ്റെ ഭാഗത്തു നിന്ന് മഴ പോകുന്നു, ആ ഭാഗത്തങ്ങ് വെയിലങ്ങ് വരുന്നു, ആ നെല്ല് ഉണങ്ങുന്നു. അങ്ങനത്തെ മഹാൻ മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ മഹാരഥന്റെ ഉറൂസിലാണ്. ഈ 21-നാണ് നമ്മോട് വിട പറഞ്ഞ്. അല്ലാഹ് മഹാന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, മഹാന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവിടത്തോടുള്ള തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അല്ലാഹ്. പ്രവർത്തകന്മാർ ഊണും ഉറക്കും ഒഴിച്ച് സംഘ കുടുംബങ്ങൾ ഇതിന് പ്രവർത്തിച്ചത് അല്ലാഹ്, ഇതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഈ മാസം 21-നാണ് ACS ബീരാ മുസ്ലിയാർ ഈ ദീനിയായ കാര്യത്തിന് മദ്രസ രംഗത്ത് തിളഞ്ഞു നിന്ന മഹാന്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവിടത്തോടുള്ളതായ അവർക്കൊക്കെ നമുക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഹദിയ ചെയ്യണം. മഹാൻ തങ്ങൾ ഈ അവസാനം നമുക്ക് ദോരക്കും. ഈ മാസം 21-നാണ് നമുക്കറിയാം ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു മഹാരഥന്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവിടത്തേക്ക് ഞങ്ങളെ ദുആന എത്തിക്കണം അല്ലാഹ്. ഈ മാസം 21-നാണ് ഞങ്ങളുടെയൊക്കെ ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്താദ് വിട പറഞ്ഞ് അല്ലാഹ്. അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഈ മാസത്തിൽ ഞങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ മഹലിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ട്. എൻ്റെ മാതാവ് അവിടത്തേക്ക് ഞങ്ങളെ ദുആന എത്തിക്കണം അല്ലാഹ്. ഞങ്ങളെ ദീനിയായ കാര്യത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ജമലുല്ലൈലി തറവാടിലെ കാരണവരായ മുത്തുണ്ണി തങ്ങൾ വർഷങ്ങളോളം ദീനിയായ മരണം വരെ
വരെ ഇനി കാര്യത്തിന് നേതൃത്വം നൽകിയ മഹാൻ നമ്മോട് ഈ മാസത്തിൽ അടുത്താണ് പിരിഞ്ഞത്. അല്ലാഹ് അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് ഇന്നലെ നമ്മോട് ഇവിടെ പറഞ്ഞ നമുക്കറിയാം മഹാനായ ഇ.കെ. മുഹമ്മദ് ദാരിമിൽ അൽ ഖാദിരി മഹാന്റെ ദറജ ഏറ്റിക്കൊടുക്കണം. അല്ലാഹ് അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് എൻ്റെ ഉസ്താദിന്റെ പിതാവ് ഇന്നലെ യാത്ര പറഞ്ഞ് അബ്ദുറഹ്മാൻ കുട്ടി ഹാജി അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് ഈ ഇന്നലെ തന്നെ നമ്മോട് യാത്ര പറഞ്ഞ് നമുക്കറിയാം സയ്യിദ് അബ്ദുൽ ലത്തീഫ് ശിഹാബ് പട്ടർക്കടവ് അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് എത്തിക്കണം. അല്ലാഹ് നമ്മുടെ കടലുണ്ടി നഗരത്തിലുള്ള സിദ്ദീഖ് പെടുന്നനെയാണ് യാത്ര പറഞ്ഞത്. അല്ലാഹ് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് എത്തിക്കണം. അല്ലാഹ് അവസാനം തങ്ങൾ ദ്വാരക്കും ഈ അടുത്ത ദിവസത്തിലായി ജമലുല്ലയിലിൽ കുടുംബത്തിൽപ്പെട്ട പൂക്കോയ തങ്ങൾ എന്ന ബാപ്പുട്ടി തങ്ങൾ ജമലുല്ലയിൽ വെളിമുക്ക് അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് അവർക്കൊക്കെ നമുക്ക് അവസാനം ദിക്ർ ചൊല്ലിക്കൊണ്ട് ദ്വാരക്കണം. പ്രസവിച്ച് 15 ദിവസമായി കണ്ണ് തുറന്നിട്ടില്ല, നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹ് ഈ സദസ്സിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ കണ്ണ് തുറക്കാനുള്ള ഭാഗം നീ തുറക്കണം. അല്ലാഹ് മറ്റ് എന്ത് തടസ്സമുണ്ടോ എല്ലാം നീ ഒഴിവാക്കണം. അല്ലാഹ് ഈ പെടുന്നനെ തന്നെ എല്ലാം സന്തോഷമായി എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അല്ലാഹ് അബ്ദുർ റസാഖ് 1000 രൂപ കടം വീടാൻ റബ്ബേ നീ കടം വീടാനുള്ള മാർഗം നീ തുറന്നു കൊടുക്കണം. അല്ലാഹ് തുറന്നു കൊടുക്കണം. അല്ലാഹ് നമ്മുടെ വള്ളക്കാർ മീൻ കിട്ടാതെ വലിയ വർഷമിച്ചിരിക്കുന്ന രംഗമാണ് റബ്ബേ. വീടുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് മീൻ കിട്ടാതെ. എത്രയോ വീട് പട്ടിണി കിടക്കുന്നുണ്ട്. അല്ലാഹ് പുറം കാണുന്ന രൂപത്തിലല്ല, ഉള്ളു എല്ലാം കൊണ്ടും വിഷമത്തിലാണ് റബ്ബേ. ഈ രൂപത്തിൽ പോയാൽ ഞങ്ങളെ ഈമാൻ തന്നെ നഷ്ടപ്പെടുന്നതാണ്. അല്ലാഹ് ഈ ഉറൂസിന്റെ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം തട്ടല്ല റബ്ബേ. ഈ നൽകണം. അല്ലാഹ് നൽകണം. അല്ലാഹ് നമ്മുടെ നാട്ടുകാർ വലിയ വിഷമത്തിലാണ് റബ്ബേ. നൽകണം. അല്ലാഹ് ഇതിലേക്ക് ഇറച്ചി തന്നവർ സംഖ്യ തന്നവരുണ്ട്, അരിയുടെ സംഖ്യ തന്നവരുണ്ട്. നിനക്ക് പേര് അറിയാമല്ലോ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണം. അല്ലാഹ് നൽകണം. അല്ലാഹ് നമ്മുടെ മഹല്ലിൽ നമ്മുടെ ഉറൂസ് കഴിഞ്ഞ് അന്ന് മുതൽ അതിൻ്റെ ശേഷം നമ്മുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടവർ നമുക്ക് അറിയാം. പുളിക്കലകത്ത് സയ്യിദ് താഹത്തങ്ങൾ, അവരുടെ ഭാര്യ ഷാക്കിറ ബീവി, അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് വലിയ പറമ്പിൽ കോയസൻകുട്ടി ഭാര്യ തലയിടത്ത് ഉമ്മാച്ചു ആനപ്പടി, അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് കുട്ടിക്കയ്യന്റെ പുരക്കൽ ഉമ്മർ കോയ കടവത്ത്, അവിടത്തേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് നാലകത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഭാര്യ ബീവാത്തുമ്മ ആനങ്ങാടി, അവിടത്തേക്ക് ഞങ്ങളെ കബറിലേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ് മേലെ വീട്ടിൽ കുഞ്ഞിക്കോയ ഗേറ്റിന്റെ അഭാഗത്തുള്ള അവരുടെ കബറിലേക്ക് ഞങ്ങളെ ദുആനെ എത്തിക്കണം. അല്ലാഹ്